നമുക്ക് ഈ ക്ലാസ്സിൽ ഒരു കാർട്ടൂൺ പൂച്ചയെ എളുപ്പത്തിൽ വരക്കാൻ പഠിച്ചാലോ? കുട്ടികൾക്കും തുടക്കക്കാർക്കൊക്കെ എളുപ്പം വരച്ച് പഠിക്കാൻ പറ്റിയ ഒന്നാണിത്. നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് പൂച്ചയുടെ തല നമുക്ക് വരക്കണം. അതിന് ഒരു ഓവൽ ഷേപ്പ്, അത്യാവശ്യം വലിപ്പത്തിലൊരു ഓവൽ ഷേപ്പ് ഞാനിങ്ങനെ വരക്കുന്നു. ഇനി താഴെയും ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് വരക്കുന്നു. ഇനി നമുക്ക് തലയിലുള്ള കണ്ണും ചെവിയും മൂക്കും ഒക്കെ വരക്കാം. ഞാൻ വീണ്ടും ഇവിടെ റൂളർ എടുത്തിട്ടുണ്ട്. ഓവൽ ഷേപ്പിന് ഏകദേശം നടുവിലായിട്ട് നമുക്ക് ആദ്യം ലൈറ്റായിട്ടൊരു ലൈൻ വരക്കാം. ഇത് റഫ് ലൈനാണ്. നടുക്ക് പോയേക്കുന്ന ഈ 2 ലൈനുകളും റഫ് ലൈനാണ്. നമുക്കത് മായ്ച്ചു കളയാനുള്ളതാണ്. ഇനി ഇതിന് നടുവിലൂടെ കണ്ണ് വരക്കാൻ പോവുകയാണ്. വലതുവശത്തെ കണ്ണ് വരക്കാം. വളരെ എളുപ്പമാണ്. ഇവിടെ നിന്ന് തുടങ്ങി മുകളിലേക്ക് ഇങ്ങനെ ഒരു കർവ് പോലെ വന്ന് ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഒരു കർവായിട്ടൊരു ലൈൻ വരക്കുക. ഇതേപോലെ താഴെ തിരിച്ചും വരക്കുക. ഇത് വളരെ ഫിനിഷിംഗ് ആയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി മുകളിൽ നമ്മളിങ്ങനെ മുകളിൽ നമുക്ക് പിരികം പോലെ വരക്കാം. നടുക്ക് കണ്ണിന്റെ ഉള്ളിൽ ഇങ്ങനെ നടുക്ക് ഇങ്ങനെയും വരക്കാം. നമുക്ക് ചെവി വരക്കാം. ചെവി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, അപ്പം വലുതാക്കി തന്നെ നമുക്ക് ചെവി വരക്കാം. മൂക്ക് പക്ഷെ നമ്മൾ അല്പം ചെറുതാക്കിയാണ് മൂക്ക് വരക്കുന്നത്. ഇങ്ങനെ. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡിങ് ലൈൻ, പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കർവ് പോലെ, ഇവിടെയും ഒരു കർവ് പോലെ. ഇനി നമുക്ക് പൂച്ചയുടെ മീശ ഇങ്ങനെ വരക്കാം. ഇനി ആദ്യം നമുക്ക് കൈ വരക്കണം. കൈ വരക്കാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരക്കുക. ഇവിടെ ഇങ്ങനെ വന്ന് അതേപോലെ തന്നെ ഈ വശത്തും തിരിച്ചിങ്ങനെ വരക്കുക. ഇടതുവശത്ത് നമ്മൾ വരച്ചതുപോലെ തന്നെ വലതുവശത്തും തിരിച്ചു വരക്കണം. ഇനി പുറകിലെ കാല് നമുക്ക് വരക്കാം. ഇതേപോലെ ഒരു ഷേപ്പ് ഇപ്പുറവും തിരിച്ചു വരക്കുക. ഇനി പൂച്ചയുടെ വാല് വരക്കാം. ഇനി നമുക്ക് അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്? പൂച്ചയ്ക്ക് കളർ കൊടുക്കണം. നിങ്ങൾ സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് കളർ കൊടുക്കുന്നതെങ്കിൽ ആദ്യം പൂച്ചക്കുള്ള കളറുകൾ കൊടുത്തിട്ട് അതിന് ചുറ്റുമുള്ള ഔട്ട്ലൈൻ ബ്ലാക്ക് വെച്ചിട്ട് വരക്കാം. ഞാനിപ്പോൾ കളർ കൊടുക്കാൻ പോവുകയാണ്. ഒരു യെല്ലോ കളറാണ് ഞാൻ ഇവിടെ പൂച്ചയ്ക്ക് കൊടുക്കാൻ പോകുന്നത്.
ആദ്യം എഡ്ജിൽ ഇങ്ങനെ കളർ കൊടുത്തു പോവുക. ഇനി ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ റഫ് ലൈനൊക്കെ കളർ കൊടുക്കുന്നതിന് മുമ്പ് മായ്ക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത ലൈനുകളൊക്കെ ഏകദേശം മായ്ക്കുക. ഇനി കണ്ണിനുള്ളിൽ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളർ ഇങ്ങനെ കണ്ണിനുള്ളിൽ കൊടുക്കുന്നത്. ഞാനിതിൽ കാണിക്കുന്നത് ഒരു സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ ഒരു മെത്തേഡിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷെയ്ഡിങ് കൊടുക്കാം. ഈ വശത്തുനിന്ന് വെളിച്ചടിക്കുന്നത് പോലെയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഡാർക്ക് ആയിട്ടുള്ള കളർ കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഔട്ട്ലൈൻ ഡാർക്ക് ചെയ്ത് വരക്കാൻ പോവുകയാണ്. ബ്ലാക്ക് സ്കെച്ച് പെൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊരു ബ്ലാക്ക് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
ഇനി ഞാൻ പെൻസിലിൻ്റെ ഈ ലൈനുകളൊന്ന് ഹൈഡ് ചെയ്യാണ്, മായ്ക്കുവാണ്. എന്നിട്ട് ഫില്ലാകാത്ത ഭാഗത്തൊക്കെ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മളൊരു കാർട്ടൂൺ പൂച്ചയെ വരക്കാൻ പഠിച്ചു. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.